വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 19 മുതൽ 31 വരെ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഇരിക്കുകയും യേശു അവൻ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവനവരോട് പറഞ്ഞു. എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായിട്ടുള്ളത് എന്നുത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിട്ട് ഇരിക്കുന്നത് അല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്നെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഡിസംബർ മാസം 21-ാം തീയതി മാർത്തോമാസ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായ തോമാസ്ലീഹായെ നമ്മൾ ഓർക്കുന്നു. ഡിസംബർ മാസം 18-ാം തീയതി തൻ്റെ നെഞ്ചത്ത് കുത്തേറ്റു, രക്തം മാറുന്ന ഒഴുകി, സന്തോഷത്തോടെ ആ വേദന സഹിച്ചു. യേശു എല്ലാവർക്കും വേണ്ടി രക്തം ചൊരിഞ്ഞതുപോലെ ഇന്ത്യക്കാർക്കും നമുക്കെല്ലാവർക്കും വേണ്ടി രക്തം മുഴുവൻ ഒഴുക്കി കൊടുത്തു. 21-ാം തീയതിയായ 3 ദിവസം കഴിഞ്ഞപ്പോൾ രക്തം മുഴുവൻ തീർന്നു, മരിച്ചു. തോമാസ്ലീഹായുടെ ശരീരം മൈലാപ്പൂരിൽ മദ്രാസിൽ അടക്കം ചെയ്തെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. തോമാസ്ലീഹായുടെ ഈ ഓർമ്മ പെരുന്നാളിന് തോമാസ്ലീഹായെ പരാമർശിക്കുന്ന വേദഭാഗമാണ് വായിച്ചത്. ഇതിൽ കൂടെ തോമാസ്ലീഹായ്ക്ക് നമ്മളോട് പറയാനുള്ള കാര്യം എന്താണ്? തോമാസ്ലീഹായുടെ രക്തത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്? വിശുദ്ധന്മാരുടെ രക്തം മരണശേഷവും സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഈ ലേഖനം പറയുന്നത്. അവരുടെ ആത്മാവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തോമാസ്ലീഹാ ഇന്ത്യക്കാരോട് ഇന്നെന്താണ് പറയുന്നത്? ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട്, നമുക്കുണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്.
അത് വ്യക്തമാക്കിയിട്ട് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം 100% നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോവുക. തോമാസിയായോട് കർത്താവ് പറഞ്ഞൊരു വചനമാണ് 27-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 20:27 അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇനി അവിശ്വാസങ്ങൾ പോകാനുണ്ടോ? ഇനി എന്തുമാത്രം അവിശ്വാസം മാറാനുണ്ട്? വിശ്വാസിയായിരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന അവിശ്വാസങ്ങൾ എന്നെല്ലാം ഉണ്ട്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുന്ന അനുഭവം നമുക്ക് എങ്ങനെ ആർജിക്കാം? തോമാസിയായിക്ക് എങ്ങനെ അവിശ്വാസം വന്നു? തോമാസിയായിക്ക് വിശ്വാസം വരാൻ വിയർപ്പ് കഴിഞ്ഞ് ഒരാഴ്ചയോടെ കാത്തിരിക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ്? തോമാസിയായിക്ക് ഇങ്ങനെ സംശയരോഗം വരാൻ കാരണമുണ്ട്. നമ്മൾ അവിശ്വാസിയാകുന്നത് എങ്ങനെയാണ്? അവിശ്വാസം വരുന്ന വഴി, വിശ്വാസം വരുന്ന വഴി, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അവിശ്വാസം വരുന്ന വഴിയിലൂടെ യാത്ര പറഞ്ഞ്, അവിശ്വാസം വന്ന വഴി അതിനെ തിരിച്ചുവിട്ട് വിശ്വാസം വരുന്ന വഴി തുറന്ന് അങ്ങനെ നമുക്ക് നിത്യജീവൻ ലഭിക്കണമെന്നാണ് യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നത്. വിശ്വാസവും ജീവനും ആയിട്ടുള്ള ബന്ധം. 31-ാം വാക്യത്തിൽ യേശു ദൈവോത്തരനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും എഴുതി. അപ്പോൾ യോഹന്നാൻ 20:31 അനുസരിച്ച് നമ്മൾ വിശ്വസിച്ചിട്ട് ആ ജീവൻ നമുക്ക് 100% കിട്ടിയിട്ടുണ്ടോ? സമൃദ്ധിയായ ജീവൻ കിട്ടിയിട്ടുണ്ടോ? സമൃദ്ധിയായ ജീവൻ കിട്ടിയിട്ടില്ലെങ്കിൽ വിശ്വാസത്തിനകത്ത് എന്തോ അപൂർണതയുണ്ടെന്നാണ് വിചാരം. വിശ്വാസം പൂർണ്ണമാകുമ്പോൾ ജീവനും സമൃദ്ധിയായ ജീവനും നമുക്ക് ലഭിക്കും. ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ആ കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കർത്താവ് വന്ന് നമുക്ക് സമൃദ്ധിയായ ജീവൻ തരാനാണെന്ന്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. മോഷ്ടിക്കുവാനും അറുക്കാനും മുടിക്കാനും നമ്മളെ അവിശ്വാസിയാക്കാനും ഒരു കള്ളൻ ഈ ലോകത്തിലുണ്ടെന്ന്. മോഷ്ടിക്കുവാനും അറുക്കാനും മുടിക്കാനുമാണ് കള്ളൻ വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ കള്ളൻ്റെ ഒളിപ്പിടങ്ങൾ മാറിയിട്ടുണ്ട്. ഉണ്ടോ? യോഹന്നാൻ 10:10 പറഞ്ഞ വചനം നമ്മുടെ ഒന്ന് മാത്രം അന്വർത്ഥമായിട്ടുണ്ട്. മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നെന്ന് കർത്താവ് പറഞ്ഞു. മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും വന്ന കള്ളൻ നമ്മുടെ പ്രാണനെ എന്തുമാത്രം മോഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ എവിടെയെല്ലാം മുറിവുണ്ടാക്കിയിരിക്കുന്നു, എവിടെയെല്ലാം ചതച്ച് മുടിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മളെ മുറിവേൽപ്പിക്കുവാനും ചതയ്ക്കുവാനും പ്രാണനെ മോഷ്ടിക്കുവാനും കഴിവുള്ള കള്ളൻ ഈ ലോകത്തിലുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങിക്കുവാനുള്ള വീണ്ടെടുപ്പിൻ്റെ വേല നമ്മൾ നടന്നിട്ടുണ്ട്. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകണമെങ്കിൽ കള്ളൻ മോഷ്ടിച്ചതായ പ്രാണക്കുട്ടികളെ മുഴുവൻ നമുക്ക് തിരികെ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ സ്വയപരിശോധനാ സഹായിയിൽ എൻ്റെ പ്രാണനെ മുഴുവൻ വീണ്ടെടുത്ത് എൻ്റെ കർത്താവിനുള്ളിൽ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എപ്പോഴാണ് കള്ളൻ നമ്മുടെ പ്രാണൻ മോഷ്ടിക്കുന്നത്? എപ്പോഴാണ് നമ്മളെ അവൻ അറുത്ത് മുറിവേൽപ്പിക്കുന്നത്? എപ്പോഴാണ് നമ്മുടെ പ്രാണനെ മുടിച്ച് ചതച്ച് നമ്മളെ അസ്വസ്ഥമാക്കുന്നത്? അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം 100% നമ്മൾ സാക്ഷാത്കരിക്കപ്പെട്ടോ? ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും. ഇതിൻ്റെ സ്വയപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന ഈ സമയം
കർത്താവിന് ജന്മപ്പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിച്ചപ്പോഴും കർത്താവ് നമുക്ക് ജീവൻ നൽകാനാണ് വന്നത്. ആ ജീവൻ നമുക്ക് പ്രകാശം കൂടെ തരുമെന്നാണ് പറയും. ജീവപ്രകാശമായി വന്ന യേശു അവിടെയും ആ പ്രകാശത്തെ തടയുന്ന അന്ധകാര ശക്തികൾ ഈ ഭൂമിയിലുണ്ടെന്ന് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അപ്പം അന്ധകാര ശക്തികൾ കള്ളനായ പിശാചിൻ്റെ മോഷ്ടിക്കലിലൂടെയും അറക്കലിലൂടെയും മുടിക്കലിലൂടെയും നമ്മുടെ പ്രാണനെ നമ്മുടെ സ്വയാശ്രയത്തിൽ കൂടെ പാതാളത്തിലെത്തിക്കുന്നത്. അപ്പോൾ സ്വയാശ്രയക്കാർക്കാണ് കള്ളനും മോഷ്ടാവും മരണവുമായ പിശാചിനെ നമ്മുടെ മേൽ അധികാരമുള്ള അവസ്ഥയിലെത്തിക്കുന്നത്. 49-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാണ്. അവരുടെ പ്രാണൻ പാതാളത്തിൽ ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു, പാതാളം അവരുടെ പാർപ്പിടം എന്നൊക്കെ പറഞ്ഞതിന് പ്രകാരം നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ കള്ളനായ പിശാച് നമ്മുടെ പ്രാണക്കുട്ടികളെ മോഷ്ടിച്ചിട്ടുണ്ട്, മുറിവേൽപ്പിച്ചിട്ടുണ്ട്, ചതച്ചിട്ടുമുണ്ട്. അങ്ങനെ 100% ഭാഗം യേശുവിലായിട്ടില്ലെങ്കിൽ ബാക്കി അവരുടേക്ക് കാണും, കള്ളൻ്റെക്ക് കാണും. അതിനൊക്കെ നമുക്കൊരു വാശിയുണ്ടോ? എൻ്റെ വിലയേറിയ ജീവൻ മോഷ്ടിച്ച കള്ളൻ്റെ ഞാൻ പിടിച്ചു മേടിക്കും, തിരിച്ചു മേടിക്കും. അവിടെ തന്നെ എനിക്കെന്നാന്നല്ല വിചാരിക്കേണ്ടത്. എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട പ്രാണനെ തിരിച്ചെടുത്ത് എൻ്റെ കർത്താവിന് കൊടുക്കണം, എൻ്റെ ഉടയക്കാരന് കൊടുക്കണം. എനിക്ക് ജീവൻ കിട്ടിയാൽ പോലെ സമൃദ്ധിയായ ജീവൻ വേണം. സമൃദ്ധിയായ ജീവൻ കിട്ടുന്നതിൻ്റെ തടസ്സമായി നിൽക്കുന്ന കള്ളനെയും മോഷ്ടാവിനെയും ഈ മുടിക്കുന്നവനെയും ഒക്കെ ദൂരീകരിച്ച് പോരാടണമെന്നാണ് പറയുന്നത്. പിശാചിനോട് എതിർത്തുന്നാൽ അവനോട്ട് ഓടിപ്പോവും, അവനെ ശാസിച്ചാൽ അവൻ പോകും. ഒന്നും മിണ്ടുന്നില്ല, കൂടെ അങ്ങ് നടക്കും. മൗനം സമ്മതം എന്ന് അവൻ വിചാരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളവനെ ശാസിക്കാത്തത് കൊണ്ട്, വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കാത്തത് കൊണ്ട് നമ്മുടെ പ്രാണൻ നിന്നും പാതാളത്തിൽ കിടന്ന് കരയുന്നുണ്ടോ? തോമാസ്ലിഹായ്ക്ക് ഈ കാര്യം നമ്മളോട് ചോദിക്കാനുണ്ട്. യേശു കാണിച്ച അടയാളങ്ങളും യേശു പറഞ്ഞ വചനങ്ങളും യേശുവിൻ്റെ മരണവും ഉയർപ്പും സർക്കാരവും എല്ലാം നമുക്ക് ജീവൻ നൽകാനായിരുന്നു, അത് സമൃദ്ധിയായിട്ട് തരാനായിരുന്നു. എന്നിട്ട് എന്താ നമുക്കത് സമൃദ്ധിയായിട്ട് കിട്ടാത്തത്? നമ്മുടെ പങ്ക് എന്താണത്? നമ്മുടെ ബലഹീനതയ്ക്കും നമ്മുടെ പരാജയത്തിനും നമ്മൾ എങ്ങനെ പരിഹാരം നൽകും? ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഈ തോമാസ്ലിഹായ്ക്ക് സംശയരോഗം വന്ന കാര്യം എന്താണ് എന്നൊരു ചോദ്യത്തിന് മറുപടി നമ്മൾ കണ്ടെത്തണം. ഉയർത്തെഴുന്നേറ്റ് യേശു ഒരാഴ്ചയ്ക്ക് മുമ്പ് ശിഷ്യന്മാരെ സമീപിച്ച് അവരെ ഊതിയപ്പോൾ അവർ കിട്ടിയതായ ഒരു ജീവനുണ്ട്. അന്നേരം തോമാസ്ലിഹ എവിടെയോ കരഞ്ഞുകൊണ്ട് മാറി ഇരിക്കുകയായിരുന്നു. തോമാസ്ലിഹായ്ക്ക് ആ ശിഷ്യന്മാർക്ക് കൊടുത്തതായ ഊത്ത് വിളിക്കപ്പെട്ട ആളായിരുന്നതുകൊണ്ട് താൻ ആയിരുന്നിടത്തേക്ക് പോയി കാണുമെന്നുള്ളതും ഒരു സത്യമാണ്. പഴയ നിയമകാലത്ത് എല്ലാതും മേധാതും 70 പേരോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുണ്ടായിരുന്നില്ല. അവർ വീട്ടിലായിരുന്നെങ്കിൽ മോശ അവർക്ക് ആത്മാവിനെ കൊടുത്തപ്പോൾ എല്ലാതും മേധാവും അവർ വീട്ടിലിരുന്ന് പ്രവചിച്ചു എന്നാണ് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. അപ്പോൾ വിളിക്കപ്പെട്ടവർ എവിടെ ഇരുന്നാലും അവിടേക്ക് കടന്നു ചെല്ലുന്ന കർത്താവിൻ്റെ ജീവനുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ തോമാസ്ലിഹായ്ക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പേ ദൂരെ നിന്ന് റിമോട്ട് കൺട്രോൾ വെച്ച് കർത്താവ് കൊടുത്തതായ ആ ഊത്തിൻ്റെ ശക്തി തന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള വേല രഹസ്യമായി നടത്തിക്കൊണ്ടായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ടതായ ജീവന് പകരം കർത്താവ് തൻ്റെ ഊത്തിലൂടെ രഹസ്യമായി വീണ്ടും ജീവൻ കൊടുത്തത് ഒരാഴ്ചക്കാലം അത് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാനുള്ള അവസരം ലഭിച്ചത്. തോമാസ്ലിഹായ്ക്ക് മറ്റ് ശിഷ്യന്മാരോടൊപ്പം ഊത്ത് ഒന്നിച്ച് പ്രാപിപ്പാൻ സാധിക്കാൻ നിന്നുകൊണ്ടാണ്.
തോമാശ്ലീഹായ്ക്ക് സംശയരോഗം വന്ന വഴി ഏതാണ്? ഈ തോമാശ്ലീഹായെ ഓർക്കുന്ന സമയമൊക്കെ യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായങ്ങളെ വായിക്കുന്നൊരു പതിവ് നമുക്കുണ്ട്. എന്തിനാണ് ആ 4 അധ്യായങ്ങൾ വായിക്കുന്നതെന്നറിയാം. തോമാശ്ലീഹാ ശമരിയ സ്ത്രീയുമായിട്ടുള്ള കർത്താവിൻ്റെ ഇടപെടലിൽ കലങ്ങി മറിഞ്ഞ ആളാണ്. തോമാശ്ലീഹായ്ക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായി. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ശമരിയ പട്ടണത്തിൽ ശമരിയ സ്ത്രീയെ നേടാനായിട്ട് പോയപ്പോൾ എല്ലാവരെയും അങ്ങ് പറഞ്ഞു വിട്ടിട്ട് കർത്താവ് ഒറ്റയ്ക്ക് എന്തിനാണ് സംസാരിച്ചത്? ആ ഒരു സംശയം. 2 പേരെ അവിടെ നിർത്തിയാലുണ്ടായിരുന്നു. അതിലേക്ക് അവരുടെ മാന്യമായ ഇടപാട്. ഒറ്റയ്ക്ക് എന്തിനാണ് സംസാരിച്ചത്? അവിടെ കുറച്ച് സമയമൊന്നുമല്ല, ഒത്തിരി സമയം, ദീർഘമായ സമയം സംസാരിച്ചു. ഇവരാഹാരം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴും സംസാരം തുടരുകയാണ്. ഇവരാഹാരം കൊണ്ടു ഞാൻ കഴിച്ചു, എൻ്റെ വിശപ്പ് തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സംശയം കൂടുക. ഞങ്ങളെ പിന്നെ എന്തിനാ പറഞ്ഞു വിട്ടത്? അപ്പോൾ ഞങ്ങളെ കളിപ്പിക്കാനാണോ, ഞങ്ങളെ ഒന്ന് മാറ്റി നിർത്താനാണോ ആഹാരത്തിനിട്ട്? ആ സംശയമാണ് കിടക്കുന്നത്. ഇവള് വല്ലതും കൊണ്ട് കൊടുത്തിട്ടാണോ പക്ഷെ പടങ്ങിയത്? എന്തായിരിക്കും കൊണ്ട് കൊടുക്കുക? അവർ 2 പേരും കൂടെ കഴിച്ചു. അങ്ങനെ ഒറ്റത്തീറ്റ് തിന്നാനാണോ ഞങ്ങളെ വിട്ടത്? എന്താ ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടാകാം. ഇതൊക്കെ വീടുകളിലുണ്ടാകുന്ന സംശയങ്ങളാണ്. ഒറ്റയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ ബാത്റൂമിൽ കയറി കഥ അടച്ചേച്ചൊരു ഭാര്യ ചാപ്പും കൂടെ തുറന്നിട്ട് ദീർഘമായ വർത്തമാനം പറഞ്ഞാൽ എന്നാ വിചാരിക്കും? ഒരാൾ കോടതിയിൽ ചെന്ന് പറഞ്ഞതാണ്. ഏതായാലും വിവാഹമോചനം നടന്നിരിക്കുന്ന കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് അയാൾക്ക് എന്നെ സംശയമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവള് ബാത്റൂമിൽ കയറി ഡോറും അടച്ചേച്ച് വർത്തമാനം ഉടനെ ഒന്നും നിർത്തുന്നില്ല. അത് വേറെ ആരും കേൾക്കാതിരിക്കാൻ ചാപ്പ് തുറന്നിട്ട് ബക്കറ്റോട്ട് വെള്ളത്തിന് വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ശബ്ദം മാത്രമേ എവിടെ കേൾക്കാനുള്ളൂ. അവരോട് സംസാരിക്കുന്നുണ്ടെന്നും അറിയാം. ഇവിടെ എങ്ങനെ സംശയിക്കാതിരിക്കുമെന്നാണ് കൗൺസിലറോട് ചോദിച്ചത് നേരെ. അപ്പോൾ ഇവൾ മുഖാന്തരമാണ് ഇവന് സംശയരോഗം വന്നത്. അപ്പോൾ ഇങ്ങനെ സംശയമുള്ളവർക്ക് അങ്ങനെ കൊണ്ട് ജീവിക്കുന്നത് പിരിഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ പിരിച്ചു വിട്ടു. സംശയരോഗം വരുന്ന വഴികൾ പറയുക. അപ്പം ഇങ്ങനെയുള്ള സംശയരോഗം വരുന്ന വഴികൾ എല്ലാ വീട്ടിലും എല്ലാ ഓഫീസിലും എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷെ അത് ദൈവാത്മാവിൽ വേണം അതിനെ വിവേചിക്കാൻ. നമ്മുടെ മുൻവിധിയിലോ നമ്മുടെ അത്യാഗ്രഹത്തിലോ ഒന്നും അല്ല അത് ചെയ്യേണ്ടതെന്ന് കാര്യം. ഏതായാലും തോമാശ്ലീഹായ്ക്ക് സംശയം വന്നു. അതിൻ്റെ കൂടെ അതിന് വളവിടാൻ ഒരാളും കൂടി ഉണ്ടെങ്കിലും സംശയരോഗം വർദ്ധിപ്പിക്കാൻ. ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോഴാണ് യൂദാസ്കറിയാത്ത അതിനെ ശരിക്കങ്ങ് മൂപ്പിച്ചു കൊടുക്കും. എങ്കിലും ഇയാൾ ക്രിസ്തുവാണോ, മിശിഹായാണോ, പ്രവാചകനാണോ? നമുക്ക് അബദ്ധം പറ്റിയില്ലേ? മര്യാദക്കാരനായിരുന്നെങ്കിൽ മാന്യനായിരുന്നെങ്കിൽ നമ്മളെ 2 പേരെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ വിട്ടാൽ മതിയായിരുന്നു. ഇത്രയും നേരം ഒരു പെണ്ണിനോട് വർത്താനം വേണ്ട കാര്യമെല്ലാം ഉണ്ട്. നമ്മളെ കൂടെ ഇരുത്തി നമുക്കൂടെ ആ ക്ലാസ് ഒന്നും കേൾക്കരുതായിരുന്നു. ഇയാൾ തന്നെ ഞാൻ ക്ലാസ് എടുത്തത്. ഇങ്ങനെയൊക്കെ യൂദായും വെച്ച് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടെ കലങ്ങിയത്. അപ്പോൾ യൂദായ്ക്ക് സംശയം വളരെ നേരത്തെ തുടങ്ങിയതാണ്. അപ്പോൾ ആ യൂദായുടെ സാന്നിധ്യവും സംസാരവും എന്നും ഈ തോമാശ്ലീഹായ്ക്ക് കിട്ടത്തക്ക തരത്തിൽ വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ കർത്താവിനും ശിഷ്യന്മാർക്കും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ചന്തയ്ക്ക് പോകുന്ന പരിപാടിയും കൂടെ ഈ തോമാശ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നു. കാരണം കർത്താവിൻ്റെ കൂടെ ഇവർ 12 പേര് മാത്രമല്ല, വേറെ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും കൂടി അവരുടെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ രാവിലെയും വൈകിട്ടും പല കാര്യങ്ങൾ പലയിടങ്ങളിൽ പോയി വാങ്ങിക്കേണ്ടി വരും. അപ്പോഴെല്ലാം പൈസ ആരുടെയില്ല, യൂദായുടെ ഇല്ല. യൂദായുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഒരു ഡോസ് വെച്ച് കൊടുക്കും. കണക്ക് കൊടുക്കാൻ ചെല്ലുമ്പോൾ അടുത്ത ഡോസ്. അപ്പോൾ രാവിലത്തെ ഡോസ് കൊണ്ട് കലങ്ങിയാണ് പോകുന്നത്. സന്ധ്യയ്ക്ക് തിരിച്ചു കയറി വരുമ്പോൾ ഒരു ഡോസും കൂടെ വെച്ച് കൊടുക്കും, സംശയം വരത്തത്ത തരത്തിൽ. അവന് രാത്രി കലങ്ങി മറിഞ്ഞ്
അബദ്ധം പറ്റിപ്പോയി, പോകാൻ ഒക്കില്ല, നമ്മൾ കൂടിയും പോയി, അബദ്ധമായിപ്പോയി, ഇനി ക്രിസ്തുവിനെ ഇനി വേറെ കാത്തിരിക്കണമല്ലോ, ഇയാളാണോ ക്രിസ്തു എന്നൊക്കെ സംശയം ഈ ശിഷ്യന്മാർക്കെല്ലാം വന്നുകൊണ്ടിരുന്നു. യോഹന്നാൻ അത് അന്നൊന്നും തീർക്കുമായിരുന്നു. യോഹന്നാൻ ഇതൊക്കെ കേൾക്കും. കർത്താവിനെ അവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, അവർക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംശയം. പക്ഷെ അതിൻ്റെ മറുവശങ്ങൾ യോഹന്നാൻ കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ കിടക്കുമായിരുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് തോന്നിയില്ല, അതുപോലെ നമുക്ക് ധൈര്യമില്ലായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ആരെക്കുറിച്ചും എന്തെങ്കിലും സംശയം ഉണ്ടാകാം. അങ്ങനത്തെ ഒരു ലോകമാണ്. കാരണം പിശാച് കള്ളനാണ്, അത് നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആളാണ്. ബുദ്ധിയുള്ള കള്ളന്മാർക്ക് കള്ളത്തെ സത്യമായി, സത്യത്തെ കള്ളമാക്കാൻ നല്ല നല്ല വൈദഗ്ധ്യമാണ്. ബുദ്ധിയുള്ളവർ കള്ളം പറഞ്ഞാൽ സത്യമാണെന്ന് തോന്നുള്ളൂ, സത്യത്തെ കള്ളമാക്കാനും അവർക്കറിയാം. അതാ പിശാചിൻ്റെ ബുദ്ധി, നമ്മളെക്കാൾ വലിയ ബുദ്ധിമാനാണ്. അപ്പോൾ അങ്ങനെ ഏതെന്തോട്ടം മുതൽ കള്ളം പറഞ്ഞനുസരിച്ച് വഞ്ചിച്ച് നല്ല പ്രാക്ടീസാണ് ഈ പിശാച്. ഹവ്വായും വഞ്ചിച്ചത് അങ്ങനെയാണ്. ഹവ്വാ പറഞ്ഞു, അയ്യോ ഇത് തുടരുത് നോക്കരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ചത്തു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ ചാകുമൊന്നുമില്ല, നീ എന്ന് നോക്കാം, ചാകുമൊന്നുമില്ല. ഈ വിലക്കപ്പെട്ട വഴങ്ങുന്ന ചാകുകയില്ലെന്ന് ആരാ പറഞ്ഞു? പിശാച് പറഞ്ഞു കൊടുത്തു. ചാവുമെന്ന് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ പിതാവ് പറഞ്ഞു. അപ്പോൾ ഇതിലേതാ വിശ്വസിക്കുന്നത്? വളരെ തന്ത്രപൂർവമാണ് പിതാവിൻ്റെ വചനം അവിശ്വസിക്കുകയും പിശാചിൻ്റെ വചനം വിശ്വസിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം. സമയമെടുത്ത് നല്ല കൗശലത്തിൽ വർത്തമാനം പറഞ്ഞു. ഈ വർത്തമാനത്തിനിടയിൽ ഹവ്വായ്ക്ക് തോന്നിയ കാര്യം, എന്നെ എൻ്റെ ഭർത്താവിനേക്കാൾ അധികം സ്നേഹിക്കുന്ന ആളാണിത്. അയാൾക്കൊരു കഴിവത്തില്ല. അയാൾക്ക് കഴിവത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇടയ്ക്കിടെ ഏറുകണ്ണിട്ട് നോക്കുന്നവൾ അയാൾ കണ്ട് എനിക്കത് പറിച്ചു തരണ്ടേ, എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ. 4 മണിക്ക് വരുമ്പോൾ അച്ചായനോട് പറയണ്ടേ, ദൈവത്തിന് ഇതിനോട് വലിയ താല്പര്യമാണ്, അപ്പോൾ വേണമെന്നാണ് പറയുന്നത്, എന്താ കൊടുക്കാത്തത് എന്നൊന്നും ഉണ്ടെന്നില്ല. അവർ രണ്ടുപേരും കൂടെ ജോയിൻ്റായിട്ടങ്ങ് നടക്കുക, അങ്ങോട്ട് നോക്കരുത്, എടുക്കരുത്, പിടിക്കരുതെന്നൊക്കെ പറഞ്ഞ് വിലക്ക് മാത്രം. അപ്പോൾ ദൈവത്തോടും ഭർത്താവിനോടും പരിഭവവും കൊതിക്കുറവും വരത്തക്ക തരത്തിലായിരുന്നു അയാളുടെ വർത്തമാനം. പിശാചിൻ്റെ വർത്തമാനം അങ്ങനെയായിരുന്നു. ഇത് തിന്നുണ്ടാകെങ്കിൽ പിന്നെ സൃഷ്ടിച്ചെന്തിനാ? വേണ്ടാത്തതാണ് പിന്നെ നടുക്കൊണ്ട് വച്ചിരിക്കുന്നതിന്. എതിലേ പോയാലും കാണാം. ഇതെല്ലാം സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി വേറെ വല്ലവർക്കും കൊടുക്കാനാണോ? ഇനി വേറെ വല്ലവരും ഉണ്ടോ അയാൾക്ക്? ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സംശയങ്ങൾ വരുത്താൻ പിശാച് മിടുക്കനായിരുന്നു. അത് വിജയിച്ചു. സംശയരോഗം ഹവ്വായ്ക്ക് വന്നു. ആദാമിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടിട്ട് ഈ വന്നിരിക്കുന്ന ഈ സർപ്പത്തിനോടായ താല്പര്യം. ഇയാൾക്കാണ് എന്നോട് സ്നേഹമുള്ളത്, കരുതലുള്ളത്. എന്തൊരു സ്നേഹമാണ്! എത്ര സന്തോഷത്തോടെ എന്നോട് വർത്തമാനം പറയുന്നത്. ഇതുപോലെ വർത്തമാനം പറയാൻ എൻ്റെ ഭർത്താവിന് കഴിവില്ല, ഭർത്താവിന് സമയവുമില്ല. അപ്പം ഇയാളാണല്ലോ കേമൻ എന്ന് വിചാരിച്ച് അയാൾ പറഞ്ഞെന്ന് കേൾക്കുകയും കഴിക്കുകയൊക്കെയാണ് ചെയ്തത്. സംഭവിച്ചത് എന്നതാണ്? ശരീരം ചത്തോ? ഇല്ല. പിശാച് അതാ പറഞ്ഞത്, ശരീരമൊന്നും ചാകുകയൊന്നുമില്ല. പിന്നെ ചത്തത് എവിടാ? ദേഹി. ആ ദേഹിയാണ് പാപം ചെയ്യുമ്പോൾ ആദ്യം മരിക്കുന്നുള്ള കാര്യം അത് കഴിഞ്ഞപ്പോഴാണ് ആദാമിനെ വഴിക്ക് മനസ്സിലായത്. അപ്പം ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾക്ക് നമ്മൾ അറിയാത്ത തലങ്ങളുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്ന വിലക്കുകൾക്കും കാര്യങ്ങൾക്കും നമ്മൾ അറിയാത്ത തലങ്ങളും കാര്യങ്ങളും വശങ്ങളും ഉണ്ട്. അത് പ്രാർത്ഥിച്ച് അന്വേഷിച്ചാലേ മനസ്സിലാവും. ഉടനെ നമുക്ക് തെറ്റിദ്ധാരണ വരും. അപ്പോൾ വചനത്തിനകത്ത് അങ്ങനെ പൊരുൾ തിരിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. വചനം പൊരുൾ തിരിച്ചു തരാതെ എന്നാൽ നമ്മൾ അതിനെ കൂട്ടിക്കളയാനും തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഹവ്വായ്ക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് അതേ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അവളെ വശീകരിക്കത്തക്ക തരത്തിൽ പിശാചിന് വർത്താനം പറയാൻ കഴിവുണ്ടായിരുന്നതുകൊണ്ട് അവൾ വഞ്ചിക്കപ്പെട്ടു. വിലക്കപ്പെട്ടത് കാമ്യമായി തോന്നി, കഴിക്കണമെന്ന് തോന്നി, പറിക്കണമെന്ന് തോന്നി. ഈ പാമ്പ് തന്നെ ആ പഴം പറിച്ച് ഊതി അങ്ങോട്ട് കൊടുത്തു. ഭയങ്കര സ്നേഹമാണല്ലോ നമുക്ക് തോന്നി. ശരീരം മരിച്ചിട്ടുമില്ല. മാതാവിനും കൊണ്ട കൊടുത്തു. രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടു. രണ്ടുപേരുടെയും ശരീരം 900-ലധികം വർഷം ജീവിച്ചിരുന്നു. പക്ഷെ ദേഹി അങ്ങ് മരിച്ചെന്ന് മാത്രം. അപ്പോൾ പാപം ചെയ്യുമ്പോൾ ദേഹിയാണ് മരിക്കുന്നുള്ള കാര്യം നേരത്തെ ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞ വചനം പൊരുൾ തിരിച്ചു തരാൻ വേണ്ടി ഒരു 4 മണിക്ക് സ്വർഗത്തിലെ അപ്പച്ച നടക്കാൻ വരുമ്പോൾ ഹവ്വാ തന്നെ വിഷയം എടുത്തിട്ടുള്ളതായിരുന്നു. എന്താ അപ്പച്ച ഇങ്ങനെ ഈ തിന്നുന്ന ആൾ മരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എവിടാ മരിക്കുന്നത്? എങ്ങനെയാണ് മരിക്കുന്നത്? ഇതൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ വിശദീകരിച്ച്
കൊടുത്തേനെ, വിശദീകരിച്ച് കൊടുത്ത് അത് ആദാമിനും മനസ്സിലാവും, ഹവ്വായ്ക്കും മനസ്സിലായി കഴിയുമ്പോൾ ഈ പിശാചിൻ്റെ വേലയൊന്നും നടക്കുമായിരുന്നു. അവൻ പറയുന്നതിന് ആട്ടി ഓടിച്ചാൽ എനിക്ക് ഓടാൻ പറഞ്ഞു. സ്വർഗത്തിലെ പിതാവ് ഞങ്ങൾക്ക് ഏതന്തോട്ടം തന്നു, എനിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നു, വേറെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നില്ല, ഒരു കാര്യം മാത്രമേ വേണ്ടാന്ന് പറഞ്ഞുള്ളൂ. അതിനെന്തെങ്കിലും കാര്യം കാണും, സമയമായിട്ടില്ലായിരിക്കും, സമയമാകുമ്പം വരും, അന്നേരം മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യജാതി വീഴുമായിരുന്നോ? ഇല്ല. അപ്പം പൊരുൾ തിരിച്ചു തരേണ്ട കാര്യങ്ങൾ ഒത്തിരി വേദപുസ്തകത്തിലുണ്ട്, ദൈവിക കാര്യങ്ങളിലുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പൊരുൾ തിരിച്ചു തരാൻ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സത്യമായി ഗ്രഹിച്ച് അത് ജീവദായകമാകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഹവ്വയ്ക്ക് അബദ്ധം പറ്റിയ പോലെ തന്നെ തോമാസ് ലിഹായ്ക്ക് അബദ്ധം പറ്റി. യൂദായും കള്ളനായിരുന്നു, പിശാചിൻ്റെ ഏജൻ്റായിരുന്നു. ആ തോമാസ് ലിഹായ്ക്ക് വിഷം പോലെ ഇത് കയറിയതാണ്. വിഷം കയറിപ്പോയാൽ പോകാൻ കുറച്ച് നാളെടുക്കും. ആ വിഷം ഇറക്കി വിടാനായിട്ടുള്ള ഒരു ജീവനും കൂടിയാണ് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഊതിക്കൊടുത്തത്. ആ ജീവശ്വാസം ചെന്ന് മരണത്തിൻ്റെ അംശം, വിഷത്തിൻ്റെ അംശം നിർവീര്യമാക്കിക്കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സുബോധം വീണത്. ഇപ്പോൾ വിഷമുള്ള നമ്മുടെ രക്തത്തിലെ അംശങ്ങൾ തലച്ചോറ് കയറുമ്പോഴാണ് ഭ്രാന്ത് ഉണ്ടാകുന്നത്. ഇതുപോലെയുള്ള അരുതാത്ത വാക്കും പുറത്തിയൊക്കെ വരുന്നതിന് പുറകിൽ വിഷം തലയിൽ കയറുമ്പോഴാണ്. കൈവിഷം, പാപവിഷം, പലതരം വിഷങ്ങളുണ്ട്. ആ വിഷങ്ങൾ കയറിക്കഴിഞ്ഞാൽ അത് തലയിൽ കയറുമ്പോഴാണ് ബോധമില്ലാതെ വർത്താനം പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അത് താഴോട്ട് ഇറങ്ങുമ്പോൾ ശകലം ബോധം വീഴും, പിന്നെയും തലയിൽ കയറും, പിന്നീട് മാറി വന്നുകൊണ്ടിരിക്കും. മദ്യപാനികൾക്കും ഇങ്ങനെ രക്തത്തിൽ വിഷം കയറുന്നുണ്ട്, കൈവിഷത്തിൽ കൂടെ വിഷം കയറുന്നുണ്ട്, ആഹാരപാനീയങ്ങളിൽ കൂടെയും വായുവിൽ കൂടിയൊക്കെ വിഷം കയറുന്നുണ്ട്. അത് അന്നൊന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ, അന്നൊന്ന് വിശുദ്ധീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെയും ബോധത്തെയും അത് ബാധിച്ച് മയങ്ങി പോകുന്നുണ്ട്. അപ്പോൾ തോമാസ് ലിഹായ്ക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും യൂദായെ കാണേണ്ട അത്യാവശ്യം വന്നതുകൊണ്ട് അന്ന് ഓരോ ദിവസവും അവിശ്വാസവും സംശയവും വരത്തക്കതായ ചോദ്യങ്ങളും ചിന്തകളും എടുത്തുകൊണ്ടേയിരുന്നു. അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിച്ചിട്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ ഒരു ശിഷ്യൻ മാത്രം അവശേഷിച്ചത്. ബാക്കിയുള്ളവർ മുഴുവൻ ആ വിഷത്തിൽ കിറങ്ങിപ്പോയി, കലങ്ങിപ്പോയി. പിന്നെ ഉയർത്തെഴുന്നേറ്റ് യേശു ഇവിടെ വിഷം ഇറക്കാൻ വേണ്ടി, ഇവിടെ സംശയരോഗം മാറ്റാൻ വേണ്ടി മരുന്ന് കൊടുക്കാൻ കുറേ നടക്കേണ്ടി വന്നു. എംഎസിലേക്ക് നടന്നു പോയ ശിഷ്യന്മാരുടെ ഇവിടെ 7 നാഴിക നടക്കേണ്ടി വന്നു. തോമാസ് ലിഹായ്ക്ക് അന്നേരം സമയമായിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തോമാസ് ലിഹായ്ക്ക് ബോധം വീഴുന്നത്. അതുവരെയും ചികിത്സ തുടർന്നുകൊണ്ടേയിരുന്നു. രഹസ്യമായി തോമാസ് ലിഹായുടെ വിഷം ഇറക്കാനുള്ള ആ വേലകൾ ആത്മാവ് രഹസ്യമായി നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പം നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ കൂടെ കയറിയ വിഷം, മാതാപിതാക്കളിൽ കൂടെ വന്ന വിഷം, മറ്റുള്ളവരുടെ സംശയം ജനിപ്പിക്കത്തക്കതായ വർത്തമാനങ്ങളിൽ കൂടെയുള്ള വിഷം, ഇനി പലതരം വിഷങ്ങൾ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും രക്തത്തിലും തലച്ചോറിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം നിർവീര്യമാക്കാൻ സമയമെടുക്കും. ആരും നിരാശപ്പെടരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിസ്തീയ അനുഭവമോ വിശ്വാസമോ കിട്ടാൻ താമസിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം വിഷം കൂടുതലുണ്ടെന്നാണ്. കൂടുതൽ സമയമെടുക്കും. കർത്താവ് തുടങ്ങിയ പണി പൂർത്തീകരിക്കാൻ ശക്തനുമാണ് എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കണമെന്നാണ് പറയുന്നത്. യൂദായുടെ ലേഖനത്തിലുണ്ട്. യൂദാസ് കറിയാത്തതല്ല, അല്ലാത്ത യൂദാസ് ലിഹ ആ കാര്യം യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ തുടങ്ങിയ വേല പൂർത്തീകരിക്കാൻ അവൻ ശക്തനാണ്. എത്രാം വാക്യാന്ന് പറയാം? യൂദായുടെ ലേഖനത്തിൽ എത്രാം വാക്യത്തിലാണ്? നമുക്കത് എത്താൻ നോക്കിയാട്ടെ. യൂദായുടെ ലേഖനത്തിൽ ഒറ്റ അധ്യായമേ ഉള്ളൂ. യൂദാസ് ലിഹ നമുക്ക് തരുന്ന ഉറപ്പ്, അവൻ നമ്മളുടെ മാമോദിസയിൽ ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. വീഴാതെ വണ്ണം കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്
ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളിൽ തുടങ്ങിയ പണി അവൻ പൂർത്തീകരിക്കും എന്നൊരു വചനമുണ്ട്. അതെവിടെയാണെന്നറിയാം? അതിൽ നോക്കിയാൽ നമ്മളെല്ലാവരും ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? എവിടെയാണെന്നറിയാമോ? എവിടെയെങ്കിലും ഉണ്ടോ? അതിനകത്തുണ്ടോ? നോക്കിയാൽ ഫിലിപ്പിയിലാണെന്നുണ്ട്. അങ്ങനെ പൗലോസ്ലീഹ ഒരു വചനം പറയുന്നുണ്ട്, നമ്മൾ തുടങ്ങിയ പണി പൂർത്തീകരിക്കാനാണ് ശക്തനാണ്. അത് മാമോദിസായിൽ തുടങ്ങിയതാണ്. അത് പൂർത്തീകരിക്കുന്നവരെയും താൻ നിരന്തരമായി വേല ചെയ്തുകൊണ്ടിരിക്കും. ഏത് പുസ്തകത്തിലാണെന്ന് നമുക്ക് പിടി കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് ഓർമ്മ വന്നു. ചില കാര്യങ്ങൾ മറന്നുപോയെന്നുള്ള കാര്യമില്ലേ? അപ്പം അത് നമുക്ക് തപ്പാം. അങ്ങനെ ഒരു വചനമുണ്ട്, തുടങ്ങിയവൻ പൂർത്തീകരിക്കാൻ കഴിവുള്ളവനാണ്. വീഴാതെ നമ്മളെ പിടിച്ചു നിർത്താൻ അവൻ കഴിവുള്ളവനാണ്. നോക്കിയാണ്. അപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം നോക്കിയാൽ നമുക്കങ്ങനെ ചില വചനങ്ങൾ ഉറപ്പ് വന്നിട്ടുണ്ട്. കർത്താവ് വരാൻ താമസിക്കുന്നത് നമ്മളെ കൂടെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ പറയുന്നു? നിൽക്കുന്നെന്ന് തോന്നുന്നവൻ കൊള്ളട്ടെ. പിന്നെ പരീക്ഷയുടെ നീക്കുപോക്കും തരും. അതുണ്ട്. നീക്കുപോക്കും തരും. തുടങ്ങിയവൻ പൂർത്തീകരിക്കാൻ കഴിവുള്ളവനാണെന്നുള്ളതിന് വേറെ എവിടെയോ ഉണ്ട്. കിടപ്പട്ടെ, നമുക്ക് തപ്പാം. നമുക്ക് സമയമുണ്ടല്ലോ, നോയമ്പൊക്കെ അല്ലേ. അപ്പം അങ്ങനെ താമസിക്കുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പണി നടക്കുന്ന സമയമെടുക്കുമെന്ന് മാത്രമേ കാര്യം നടക്കുന്നുണ്ട്. പക്ഷേ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വിഷവും മുറിവും ചതവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ. മുറിവും ചതവും ആഴമാകുന്നതനുസരിച്ച് പൊറുക്കാനുള്ള സമയം കൂടുതൽ എടുക്കേണ്ടി വരും, കൂടുതൽ വേണ്ടി വരും. കർത്താവെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മുറിവും ചതവും എൻ്റെ പ്രാണനഷ്ടവും എല്ലാം എന്നെ സമൃദ്ധിയായ ജീവനുള്ള അവസ്ഥയിലേക്ക് ആനയിക്കുവാൻ സഹായിക്കണമേ എന്ന് തോമാസ്ലീഹായോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. തോമാസ്ലീഹായ്ക്ക് നമുക്ക് തരാനുള്ള പ്രത്യാശ ഇതാണ്: നിങ്ങൾ നിരാശപ്പെടേണ്ട, കർത്താവിനെ കൈവിട്ടില്ല. ഞാൻ ഉയർപ്പൊരു നാൾ കഴിഞ്ഞ് ഒരാഴ്ച മുഴുവൻ എനിക്ക് അറിയായിരുന്നു. മറ്റു ശിഷ്യന്മാരെ ഊതിയ കർത്താവ് രഹസ്യത്തിൽ എന്നെ ഊതുന്നുണ്ടായിരുന്നു. അത് എന്താ പറഞ്ഞ ഫിലിപ്പിയർ 1:4 പറയുന്നു, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ നാളോളം അത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം. എങ്ങനെയാന്ന് പറഞ്ഞാട്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തേക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കും. ആ വിശ്വാസം നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞതായ വചനം ഈ കാര്യത്തിലുമാണ്. എന്തെല്ലാം താമസിച്ചാലും എന്തെല്ലാം പരാജയം വന്നാലും അവൻ തളരുകയില്ല. അവൻ തുടങ്ങിയത് പൂർത്തീകരിക്കും. കർത്താവ് ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യാശയുടെ ജീവിതയാത്ര തുടരാം. തോമാസ്ലീഹായുടെ ജോലി അങ്ങനത്തേതായിപ്പോയി. കള്ളനോട് എന്നും കൂട്ടുകൂടേണ്ട ആവശ്യം. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ചില കൂട്ടുകളും ഇടപെടലുകളും നമുക്ക് അശുദ്ധമാക്കാം. മദ്യപാനിയായ ഒരു പിതാവ്, മദ്യപാനിയായ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ദുർമാർഗികളായ സഹവാസികൾ, സഹപാഠികൾ, ഇവരുടെ സാന്നിധ്യം കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും നിർബന്ധിതമായി നമ്മൾ വലിച്ചഴിക്കപ്പെടാം. അങ്ങനെ ഒത്തിരി മുറികളും ചതവും നമുക്കുണ്ടാകാം. ഉണ്ടായിപ്പോയാൽ അതിനെ വീണ്ടെടുക്കാൻ സമയമെടുത്താലും കർത്താവ് നമ്മളെ കൈവിടുകയില്ല എന്നുള്ള ഓർമ്മയെ കൈവിടല്. കർത്താവെ കൈവിടല്. തോമാസ്ലീഹായെ കൈവിടാതെ വിശ്വാസിയാക്കിയതുപോലെ എന്നെ കൂടെ പൂർണ്ണമായി വിശ്വാസിയാക്കണം. ഭർത്താവിൽ കൂടിയോ അപ്പനിൽ കൂടിയോ അമ്മയിൽ കൂടിയോ വല്യപ്പന്മാരിൽ കൂടിയോ വല്യമ്മമാരിൽ കൂടിയോ കൂട്ടുകാരിൽ കൂടിയോ നാട്ടുകാരിൽ കൂടിയോ ഒക്കെ ശാപം വരാം, അശുദ്ധി വരാം. അങ്ങനെയൊക്കെ ഏതെല്ലാം വഴിയിൽ വന്നിട്ടുണ്ടോ അതെല്ലാം മാറുവാൻ യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ ദീർഘക്ഷമയിലും നിന്റെ കരുണയിലും ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കണം നമുക്ക് വിചാരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ മാമോദിസായിൽ ആരംഭിച്ചതായ യേശു കുഞ്ഞിൻ്റെ വളർച്ച കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായതായ നഷ്ടങ്ങൾക്കും കഷ്ടങ്ങൾക്കും എല്ലാം പരിഹാരം വരുത്തുവാൻ, സമൃദ്ധിയായ ജീവൻ തരുവാൻ, മോഷ്ടിക്കുവാനും അറുക്കാനും മുടിക്കാനും തരുന്ന കള്ളനെ ഞങ്ങൾ ദൂരീകരിച്ച് വഴിയും സത്യവും ജീവനുമായ യേശുവിനെ ഞങ്ങളുടെ ഉള്ളിൽ നിറച്ച് ഞങ്ങളുടെ പ്രാണൻ മുഴുവൻ അവൻ്റെ ഉള്ളിലാക്കി
കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിലെത്തുവാൻ നീ കൃപായുഗ നീട്ടിത്തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. ആ തോമാസ്ലിയായെ തേടി പിടിച്ച് കൃത്യസമയത്ത് യഥാസ്ഥാനപ്പെടുത്തി ഇന്ത്യയിലേക്ക് അയച്ച് ഞങ്ങളുടെ ആത്മീയ പിതാവായി തീർന്നതിനെ അവർക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. തോമാസ്ലിയായ്ക്ക് അവിശ്വാസം വന്നത് ഞങ്ങളുടെ അവിശ്വാസങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്. ശപിക്കപ്പെട്ട ഇന്ത്യക്കാരുടെ ഇന്ത്യയുടെ അശുദ്ധികൾ ഗർഭം മുതൽ ഇവിടുത്തെ അങ്ങോട്ട് പോയതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട തോമാസ്ലിയ ഞങ്ങൾക്ക് വേണ്ടിയാണ് ശപിക്കപ്പെട്ടവനായി, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഭാഗ്യദോഷിയായത് നിങ്ങൾ സംഭവിക്കുന്നത്. ഞങ്ങളുടെ ഭാഗ്യദോഷമാണ് അങ്ങോട്ട് പോയത് നിങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് ആ തോമാസ്ലിയ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. തോമാസ്ലിയ ഞങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ നിയോഗപ്രകാരം ഇന്ത്യയിൽ വന്നു. ശങ്കരപുരി, കോലമറ്റം, കള്ളി, ആളിയാങ്കൽ എന്ന ബ്രാഹ്മണ കുടുംബക്കാർ വചനം കേട്ട് വിശ്വാസികളായി അവരുടെ പിന്തുടർച്ചാവകാശികളായി അനേകർ ക്രിസ്ത്യാനികളാകാനിടയാക്കിയ വഴിയോർച്ച ഞങ്ങൾ തന്നെ സൂചിപ്പിക്കും. തോമാസ്ലിയ കുന്തം കൊണ്ട് കുത്തപ്പെട്ട് യേശുവിന് മുറിവുണ്ടായ അതേ സ്ഥാനത്ത് തന്നെ തനിക്ക് മുറിവുണ്ടായി. താൻ വിലാവിൽ കൈയിട്ട് വിശ്വാസം ഉറപ്പിച്ചതായ അതേ സ്ഥാനത്ത് തന്നെ തനിക്ക് മുറിവുണ്ടായതിൽ താൻ അഭിമാനിച്ച് എൻ്റെ കർത്താവിനുണ്ടായ മുറിവ് എനിക്കും ഉണ്ടായി എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഇന്ത്യയിൽ വന്ന് കഷ്ടപ്പെട്ട് വേല തികച്ച് അങ്ങനെ ഭാഗ്യവാനായി തീർന്ന ഞങ്ങൾക്ക് വേണ്ടി നിർഭാഗ്യവാനായത് ഞങ്ങളെ ഭാഗ്യമുള്ളവരാക്കാനാകയാൽ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞ് അതിനെ അന്വർത്ഥമാക്കി കാണാതെ വിശ്വസിക്കാനുള്ള വെളിപ്പാട് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലേക്ക്